കഷ്ടപ്പാടുകൾ പുറത്തറിയിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ ദുഃഖത്തിൽ സന്തോഷിക്കുന്ന ചിലരും നമുക്ക് ചുറ്റുമുണ്ട്. എല്ലാവർക്കും സ്വീകാര്യരാകണമെങ്കിൽ ഏറ്റവും നന്നായി അഭിനയിക്കാൻ പഠിച്ചിരിക്കണം. കണ്ണ് കാണാത്തത് കൊണ്ടല്ല ചിലർ വീഴുന്നത്, ചിലരെ കണ്ണുമടച്ച് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ചിലർക്ക് നമ്മൾ വളരെ വേണ്ടപ്പെട്ടവരായിരിക്കാം, ചില സമയങ്ങളിൽ മാത്രം. ഏറ്റവും വലിയ സമ്പത്ത് ജ്ഞാനവും ഏറ്റവും ശക്തമായ ആയുധം ക്ഷമയുമാണ്. ഏറ്റവും നല്ല സുരക്ഷ വിശ്വാസവും ഏറ്റവും ഫലപ്രദമായ ഔഷധം പുഞ്ചിരിയുമാണ്. നമ്മുടെ മൗനത്തെ പോലും ചിലർ അഹങ്കാരമെന്ന് വിലയിരുത്തും. തള്ളിക്കളയുക. എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ആർക്കും മുൻപോട്ട് പോകാൻ സാധിക്കുകയില്ല. ജീവിതപാതയിൽ നമുക്ക് സംഭവിക്കുന്ന വീഴ്ചകളാണ് ഏറ്റവും വലിയ തിരിച്ചറിവ്, സ്വയം മനസ്സിലാക്കാനുള്ള അവസരവും. സത്യത്തിൽ ജീവിതം ഒരു കാത്തിരിപ്പാണ്. ഒരിക്കൽ എല്ലാം ശരിയാകും എന്ന കാത്തിരിപ്പ്. ജീവിതം പക വീട്ടാനുള്ളതല്ല, പൊറുക്കാനും പൊരുത്തപ്പെടാനും ഉള്ളതാണ്. പക മനസ്സിൽ കൊണ്ടു നടന്നാൽ നമ്മുടെ മനസ്സും ശരീരവുമാണ് നശിക്കുന്നത്. ഒരൊറ്റ വാക്കുകൊണ്ട് ഉപേക്ഷിച്ചത് 1000 വാക്കുകൊണ്ടും തിരികെ ലഭിച്ചെന്ന് വരില്ല. വിശ്വാസമുണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും. വിശ്വാസമില്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും. കള്ളം പറയുന്നവരും കബളിപ്പിക്കുന്നവരും ഉപദ്രവം ചെയ്യുന്നവരും അപമാനിക്കുന്നവരുമെല്ലാം ജീവിതത്തിൽ വിജയിച്ചതായി തോന്നും. നമ്മുടെ കണ്ണിൽ അവരുടെ ജീവിതം വളരെ മികച്ചതായിരിക്കും. പക്ഷേ അവർക്കൊരിക്കലും മനസ്സമാധാനമുണ്ടാവില്ല എന്നതാണ് സത്യം. എന്തിലും ഏതിലും കുറ്റം കണ്ടുപിടിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ നന്മകൾ കാണാൻ സാധിക്കുകയില്ല. ജീവിതത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ ആരൊക്കെ നിങ്ങളെ പഠിപ്പിച്ചാലും സ്വയം അതിലൂടെ കടന്നു പോകുന്നതുവരെ നിങ്ങളത് മനസ്സിലാക്കുകയില്ല.